ഇന്നലെ വൈകുന്നേരം നമ്മൾ കോന്നിയിൽ കണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. വീടിന് തീപിടിച്ചൊരു യുവാവ് മരിച്ച സംഭവം. അതിൽ മദ്യലഹരിയിൽ ആ വീട്ടിൽ വഴക്ക് പതിവായിരുന്നു ഇപ്പോൾ അയൽക്കാരൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും വഴക്കുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മകൻ വീടിന് തീയിട്ടപ്പോൾ അച്ഛൻ പുറത്തേക്ക് പോയി, അമ്മയും പുറത്തിറങ്ങി. ഉഗ്രശബ്ദത്തോടെ തീ ആളി കത്തുകയായിരുന്നു എന്നാണ് അയൽക്കാരനായ ശശിധരൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കേതായാലും സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സുജു, ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ അപകടത്തെക്കുറിച്ച്, ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് അയൽവാസികളൊക്കെ വിശദീകരിക്കുന്നത് എന്താണ്? നമ്മളോട് പറയുന്നത് എന്താണ്? മനു, ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 കൂടിയാണ് തീപിടുത്തമുണ്ടായെന്നുള്ള വിവരം ആദ്യം നമുക്കെല്ലാം ലഭിക്കുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കുന്നത്. ഈ വീടിനുള്ളിൽ ഒരാൾ മരിച്ചുവെന്ന വിവരം പുറത്തു വരുന്നതോ അത് ആദ്യം നാട്ടുകാർക്ക് ഉൾപ്പെടെ സംശയം ഉണ്ടായിരുന്ന ആരാണ് മരിച്ചതെന്നുള്ള. പിന്നീട് ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വനജ, മകൻ മനോജ്, അതുപോലെ അത് വനജയുടെ ഭർത്താവ് ഉൾപ്പെടെ താമസിക്കുന്ന 3 കുടുംബം താമസിക്കുന്ന വീടായിരുന്നു. ഇതിൽ മനോജാണ് ഇന്നലെ രാത്രിയുള്ള അഗ്നിബാധയിൽ മരിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നിപ്പം രാവിലെ അയൽവാസിയായ ശശിധരനാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വീട്ടിൽ മദ്യലഹരിയിൽ വഴക്ക് പതിവായിരുന്നു എന്ന്. ഇന്നലെ ഈ അപകടം ഉണ്ടാകുമ്പോഴും ഇവർ 3 പേരും വലിയ തരത്തിൽ ഒരു കലഹത്തിലായിരുന്നെന്നും അതിനെ തുടർന്ന് മകൻ വീടിന് തീയിടുകയായിരുന്നെന്നുമാണ് ഈ അയൽക്കാരൻ ശശിധരൻ പറയുന്നത്. ഈ തീയിട്ട ശേഷം അച്ഛനും അമ്മയും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയും എന്നാൽ മകൻ എൻ്റെ തകപ്പെടുകയുമായിരുന്നു എന്നാണ് ഈ അയൽക്കാരൻ പറയുന്നത്. ഈ മകൻ ശബരിമല പമ്പയിൽ ചില ഹോട്ടൽ ജീവനക്കാരനാണെന്നുമാണ് ഈ അയൽക്കാരൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ പതിവായി മദ്യമായി എത്തുകയും അവിടെ ഒരു മദ്യലഹരിയിൽ വഴക്കുണ്ടാരും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളെല്ലാം മദ്യലഹരിയിലായിരുന്നെന്നും മറ്റൊരു അയൽവാസിയായ ഒരു സ്ത്രീ അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആവശ്യമാണ്. കാരണം ഈ മകനാണോ ഇനി വീണ്ടും തീയിട്ടത്, ഏതെങ്കിലും മറ്റു തരത്തിൽ ഇപ്പോൾ അയൽവാസികൾ ഇത് ദൃസാക്ഷി എന്ന നിലയിലോ അല്ലെങ്കിൽ അവർ പറഞ്ഞു കേട്ട അറിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ അവർ പറയുന്നത്. ഈ ശാരദ എന്ന സ്ത്രീയാണ് കുടുംബാംഗങ്ങളെല്ലാം മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇവർ അടുത്തെത്തിയപ്പോൾ ഇവർക്ക് അതിന്റെ ഒരു രീതിയിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി കാണാം ഇതാകാം ഇത്തരം ഒരു കാര്യം. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ എങ്ങനെയാണ് കൃത്യമായി അപകടം നടന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇത്തരം ദാരുണമായ സംഭവം തന്നെയാണ്. രാത്രി അവിടെ വടക്കുണ്ടാകുന്നു, തുടർന്ന് തീപിടുത്തം ഉണ്ടാകുന്നു. അതിൽ ഈ വനജയുടെ മകൻ മരണപ്പെടുന്നതും വിഷമകരമായ സംഭവം തന്നെയാണ്. മനു, ശരി, ഓക്കെ സുജു. ഏതായാലും നമുക്ക് അയൽവാസി നമ്മളോട് സംസാരിച്ച കാര്യം കൂടി ഒന്ന് കേൾക്കാം. അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക് പോകാം. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. എന്നും ഉണ്ട് വെള്ളമടിയാ അവരിന്നലെ മയങ്ങി ഇവിടെ വീണു. ഇവിടെ നിന്ന് ഞങ്ങളെ പിള്ളേരെല്ലാം കൂടെ കൂടിയുണ്ട്. അവിടെ നിന്ന് ഈടിയെന്ന് വലിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കിടത്തി വെള്ളം കൊടുത്തപ്പോഴേ വായിക്കകത്തൊന്ന് കുങ്ങുമാന്ന് വാടയടിക്കുക. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇവര് വെള്ളം അടിച്ചു. ഇവര് മക്കളും തന്തയും പിന്നെ ശബരിമല പോയി കച്ചവടത്തിന് പോയിച്ച് വന്നു കഴിഞ്ഞ് കൊണ്ടുവരുക, തന്തയും മക്കളും എല്ലാം കൂടെ അടിച്ചും വെച്ച് പിന്നെ തെറി പറച്ചിലും. കഴിഞ്ഞ 1 മാസം കഴിഞ്ഞതേ ഉള്ള അവരുടെ തലയെല്ലാം കുത്തിയിലിട്ട് ഇടിച്ച് മോന് പൊട്ടിച്ച് ഇവിടെ ഇങ്ങനെ ചോരയൊന്നും നിൽക്കുന്നില്ല. പിള്ളേർ അതുപോലെ പിള്ളേർ കൂടി ഞങ്ങളുടെ പിള്ളേരും എല്ലാം പിള്ളേർ പറഞ്ഞു പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവൻ അനങ്ങിയില്ല. ഏതായാലും അത് സങ്കടകരം തന്നെയാണ്. ഈ കള്ളും കഞ്ചാവും ഒക്കെ മനുഷ്യരെ എങ്ങനെ എത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം. മദ്യം, മയക്കുമരുന്ന്, തിന്മകളുടെ മാതാവ്, എത്ര ശരിയാണെന്ന് താജുദ്ദീൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്.